CPIM-നോട് ഇടഞ്ഞ PK ശശിയെ UDF-ലേക്ക് സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ് നേതാവ് N ഷംസുദ്ദീൻ. ശശി നിലപാട് വ്യക്തമാക്കിയാൽ UDF സ്വീകരിക്കും, ജനപിന്തുണയുള്ളവർ വരുമ്പോൾ സ്വാഗതം ചെയ്യുമെന്നും N ഷംസുദ്ദീൻ പറഞ്ഞു. അദ്ദേഹത്തോട് പാർട്ടി ചെയ്ത കുറേ അന്യായങ്ങൾക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയെന്നുള്ളത് ഞാനല്ല വിശദീകരിക്കുന്നത്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള നിലപാടും മറുപടിയൊക്കെ ഞങ്ങളുടെ ഭാഗത്തുണ്ട്. നമ്മളുമായി സഹകരിക്കാൻ തയ്യാറുള്ളവർ വരുമ്പോൾ, അതും പൊതുപ്രവർത്തന രംഗത്ത് പാരമ്പര്യമൊക്കെയുള്ള ആളുകൾ വരുമ്പോൾ, ജനപിന്തുണയുള്ള ആളുകൾ വരുമ്പോൾ അത് സ്വാഗതം ചെയ്യും, സ്വാഭാവികമായി. സച്ചിൻ വള്ളിക്കാടാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സച്ചിൻ, എന്താണ് N ഷംസുദ്ദീൻ തന്റെ നിലപാടായി പറയുന്നത്? KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നും കഴിഞ്ഞ ദിവസം PK ശശി രാജിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മണ്ണാർക്കാട്ടെ MLA-യും മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള N ഷംസുദ്ദീനും PK ശശിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും N ഷംസുദ്ദീൻ പറയുന്നത് ജനപിന്തുണയുള്ള നേതാവാണ് PK ശശി. അതിനാൽ തന്നെ അദ്ദേഹം നിലപാട് വ്യക്തമാക്കി UDF-ലേക്ക് വരികയാണെങ്കിൽ പൂർണ്ണമായും സ്വീകരിക്കുമെന്ന കാര്യം തന്നെയാണ് N ഷംസുദ്ദീൻ MLA-യും വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, CPM-ൽ നിന്നും വലിയ രീതിയിലുള്ള അവഗണന PK ശശിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവഗണനയുടെ ഭാഗമായിട്ടാണ് PK ശശിയെ ബ്രാഞ്ചിലേക്ക് അടക്കം തരം താഴ്ത്തിയത് എന്ന കാര്യവും ഷംസുദ്ദീൻ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ ഷംസുദ്ദീന് UDF-ലേക്ക് വരാനുള്ള പരിപൂർണ പിന്തുണയും സ്വാഗതവും തന്നെയാണ് മണ്ണാർക്കാട് MLA കൂടിയായിട്ടുള്ള N ഷംസുദ്ദീൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും UDF-ലേക്ക് PK ശശി ചേക്കേറും എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിൽ N ഷംസുദ്ദീനെ പിന്തുണച്ചുകൊണ്ട് മണ്ണാർക്കാട് MLA തന്നെ രംഗത്തെത്തുന്നത്. അതിനാൽ തന്നെ പാലക്കാട് അടുത്ത ദിവസങ്ങളിൽ തന്നെ CPM വിമതരുടെ യോഗങ്ങളടക്കം നടക്കുന്നുണ്ട്. അത് UDF-ൻ്റെ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം പാലക്കാട്ടെ CPM വിമതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ പാലക്കാട്, അതായത് ഒറ്റപ്പാലത്തേക്ക് PK ശശിയെ UDF-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാനുള്ള സാധ്യതകളും അതേപോലെ തന്നെ സൂചനകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നു. ആ സമയത്ത് തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള N ഷംസുദ്ദീൻ്റെ വാക്കുകളും PK ശശി UDF-ലേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു സാഹചര്യം കൂടിയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസമാണ് PK ശശി KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെച്ചത്. വലിയ രൂക്ഷമായ ഭാഷയിൽ തന്നെ താൻ ഈ ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് കൊണ്ട് പൊതുരംഗത്ത് ഉണ്ടാകും എന്ന കാര്യം PK ശശി വ്യക്തമാക്കിയിരുന്നു. താൻ ഒരിക്കലും